ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? കഴിഞ്ഞ ദിവസം ഞാനും ആശിഷും കൂടെ കപ്പലവള്ളിയിൽ പെരുന്നാളിന് പോയി. കഴിഞ്ഞ സൺഡേ 6th. അപ്പോൾ ആ ദിവസത്തെ ചെറിയ ഒരു വീഡിയോ ഞാൻ എടുത്തു. വീഡിയോ എടുക്കണം എന്ന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുർബാനക്ക് പോയപ്പോൾ അവിടുത്തെ ലൈറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, പെരുന്നാളൊക്കെ മിസ് ചെയ്യുന്നവർക്ക്, കുറേ നാളായി പെരുന്നാളൊക്കെ കൂടിയിട്ട്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത്. മാസ് 5 o'clock അപ്പോൾ ലൈറ്റ്സ് ഒന്നും ആ ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മാസ് കഴിഞ്ഞു പ്രദക്ഷിണത്തിന് ഇറങ്ങിക്കുവാണ്. അപ്പോൾ ഞാൻ പ്രദക്ഷിണത്തിന് പോയില്ല, ഞാൻ പുറത്തിറങ്ങി, ഞാൻ ലൈറ്റ്സൊക്കെ ഷൂട്ട് ചെയ്തു, പള്ളി അതൊക്കെ ഷൂട്ട് ചെയ്തു. കറക്റ്റ് ഞാൻ പള്ളിയുടെ മുകളിലേക്കുള്ള വ്യൂ എടുക്കുന്ന ടൈമിലാണ് കേട്ടോ അവിടെ പള്ളിമണി അടിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനും കുറേ നാളായി പള്ളിപ്പെരുന്നാളൊക്കെ കൂടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. കുഞ്ഞിലെ പള്ളിയിൽ പോണതും പ്രദക്ഷിണത്തിന് പോകുന്നതും ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നതും ലൈറ്റ്സൊക്കെ കാണാൻ പോകുന്നതൊക്കെ ആ ഒരു ഓർമ്മയായിരുന്നു എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രദക്ഷിണം കയറി എല്ലാവരും തിരിച്ച് പള്ളിയിലെത്തി. അപ്പോൾ പുണ്യാളൻ വരുന്നത് വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ്. സൈഡിൽ ബാൻഡിനുള്ള ചേട്ടന്മാരൊക്കെ റെഡിയായി നിൽക്കുവാണ് പുണ്യാളൻ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കുഞ്ഞിലേ പള്ളിയിൽ പോയി ആ എക്സൈറ്റ്മെൻറ്റോടെ ഓരോന്നുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഓരോന്ന് കാണുന്നതും ബാൻഡിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതും ചെണ്ടമേളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതും ഒക്കെ ഈ ഒരു ടൈമിൽ എനിക്ക് ഓർമ്മ വരുമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി അത്. പിന്നെ എനിക്ക് ഈ ലൈറ്റ്സൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഞാൻ ലൈറ്റ്സ് കാണാൻ വേണ്ടി മാത്രം ഞാൻ പപ്പേനെയും അമ്മേനെയും വിളിച്ചുകൊണ്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ആ കഥകളൊക്കെ ഞാൻ ആശിഷിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പുണ്യാളൻ്റെ രൂപം തിരിച്ച് പള്ളിയിലെത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പ്രസിദ്ധിമാരൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പുണ്യാളൻ വരുമ്പോൾ പൂ എറിയാനായിട്ടുള്ള ആൻറ്റിമാരും കുറേ കുട്ടികളും ഒക്കെ ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുണ്യാളുടെ രൂപം തിരിച്ച് പള്ളിയിൽ കയറി. ഇവിടെ മാസെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇവിടെ പ്രസിദ്ധിമാരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാവുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരാളെ കാണാൻ പറ്റുന്നുണ്ടോ? ആരാന്ന് മനസ്സിലായോ? അപ്പോൾ പള്ളിയിലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുറത്ത് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ആ പാരിഷിൽ തന്നെ ആൾക്കാർ കണ്ടക്ട് ചെയ്യുന്ന ഡാൻസ്, പാട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ. ചില സോങ്ങിന് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ചില സോങ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് ഞാൻ ഫാസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ നിങ്ങളിങ്ങനെ കേൾക്കുന്നത്.
ഈ ഒരു പെർഫോമൻസ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ 3 ജനറേഷനാണുള്ളത്. പിള്ളേരുണ്ട്, അവരുടെ പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അപ്പം അങ്ങനെ 3 ജനറേഷൻ ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഗ്രാൻഡ് പേരൻസും അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി എന്തോ 2 വയസ്സുള്ള പ്രായമുള്ള കുട്ടിയായിരുന്നു എന്നുള്ളത്. അവരുടെയൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർ ഏഞ്ചൽസ് ആയിട്ടായിരുന്നു കേട്ടോ പെർഫോം ചെയ്തത്. ഇപ്പോൾ പള്ളിയിലെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ക്യൂൻസയിലൊക്കെ ഒന്ന് വന്നു, കുറച്ച് നേരം അവിടെ ഇരുന്നു, ചായയൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.